ഇന്നിപ്പോൾ കാന്തപുരം വിഭാഗം തന്നെ AP സുന്നി വിഭാഗം തന്നെ പറഞ്ഞത് CPM-ന് മൃദു ഹിന്ദുത്വ ലൈനാണ് എന്നതാണ്. മുഖ്യമന്ത്രിയെയും CPM-നെയും കടന്നാക്രമിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇതുവരെ CPM-നെ പിന്തുണച്ചിരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പരോക്ഷമായൊക്കെ പിന്തുണച്ചിരുന്ന കാന്തപുരം വിഭാഗം കൂടി ഇത്തരത്തിൽ മലപ്പുറം പരാമർശത്തിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുകയാണ്. അപ്പോൾ മലബാർ മേഖലയിൽ PV അൻവർ പുതിയൊരു പാർട്ടിയുമായി എത്തുമ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാർ വിരുദ്ധ ശക്തിയായി മാറുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും മലബാർ രാഷ്ട്രീയത്തിൽ അത് പ്രതിഫലിക്കുക എന്നത് ഒരു കൗതുകമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ് മുതിർന്ന ലീഗ് നേതാക്കൾ ഉൾപ്പെടെ അൻവറിന്റെ നിലപാടിനെ തള്ളിക്കളയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളെ ചേർത്ത് നിർത്തുന്നു എന്നാണ് ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൂടി പറയുകയും ചെയ്യുന്നത്. അപ്പോൾ മലബാറിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ എത്രത്തോളം നിർണായകമാണ് അൻവറിന്റെ പുതിയ കരുനീക്കങ്ങൾ? വിനിത, PV അൻവറിന്റെ വിവാദങ്ങൾ ഉണ്ടാക്കിയ കൊടുമ്പിരിയും അതുപോലെ തന്നെ ഇത് ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖവുമായുള്ള വിവാദങ്ങളും ഇതെല്ലാം തന്നെ മലബാറിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൃത്യമായ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് അവസാനം എല്ലാ കാലത്തും ഇടതുപക്ഷവുമായി ചേർന്ന് നിന്നിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആകുമ്പോഴും അതിനുശേഷവുമെല്ലാം കൃത്യമായി പിന്തുണ നൽകിയിരുന്ന അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലൊക്കെ അരിവാൾ സുന്നികളെന്ന് ശത്രുക്കളടക്കം പരിഹസിച്ചിരുന്ന കാന്തപുരം AP വിഭാഗം പരസ്യ വിമർശനവുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ വലതുപക്ഷ പാർട്ടിയെന്നും വലതുപക്ഷ നിരീക്ഷണങ്ങളുമെന്നൊക്കെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് അതിൻ്റെ പ്രത്യക്ഷമായ തെളിവ് തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഗുണം ആർക്ക് ലഭിക്കും? CPM-നെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്ന മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവ വോട്ടുകൾ ഇതൊക്കെ ആരെ പിന്തുണയ്ക്കുമെന്നുള്ള വലിയ ചോദ്യം ഉയർന്നിരുന്നു. അതിൻ്റെ ഗുണം സ്വാഭാവികമായും പോവേണ്ടിയിരുന്നത് ലീഗിനും അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള UDF-ന്റെ ഘടകകക്ഷികൾക്കുമായിരുന്നു. എന്നാൽ ആ ഒരു സ്പേസ് കൃത്യമായി കണ്ടുകൊണ്ട് തന്നെയാണ് PV അൻവർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന രാഷ്ട്രീയ നീക്കം എന്ന് വിലയിരുത്തേണ്ടി വരും. അത് ലീഗിലേക്കും UDF-ലേക്കും പോകുന്നതിന് പകരം തൻ്റെ ആരോപണങ്ങൾ മൂലം അല്ലെങ്കിൽ താൻ ഉണ്ടാക്കിയ വിവാദങ്ങളിൽ നിന്നുണ്ടായ അതിൻ്റെ അനന്തര ഫലവും അതിൻ്റെ ഗുണവും അത് തൻ്റെ പാർട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടി PV അൻവർ ലക്ഷ്യമാക്കിയിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ നീക്കമാണ് ഏറ്റവും കൂടുതൽ സംഘപരിവാർ വിരുദ്ധനെന്ന് സംഘപരിവാറുകാർ തന്നെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്രത്തോട് പരസ്യമായി ഏറ്റവും വിട്ടുകൾക്ക് തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിട്ടുവീഴ്ചയും തമിഴ്നാട്ടിൽ തന്നെ രാഷ്ട്രീയ കേസുകളിലും പോലീസ് സംവിധാനങ്ങളിലുമാണെങ്കിൽ പോലും സംഘപരിവാറിനോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത MK സ്റ്റാലിനെ പോലെയുള്ള കേരളത്തിലെ മലയാളികൾക്കിടയിൽ പോലും പ്രിയം പറ്റിയിട്ടുള്ള ഒരു നേതാവിൻ്റെ പിന്തുണ ഉറപ്പാക്കുന്നതിലൂടെ PV അൻവർ ലക്ഷ്യമിടുന്നത് ആ ന്യൂനപക്ഷത്തെ കൂടിയാണ് എന്നതിൽ യാതൊരു സംശയം വേണ്ട. CPM-ൽ നിന്ന് അകലുന്ന വോട്ടുകൾ അത് ലീഗിലേക്ക് UDF-ലേക്ക് പോകുന്നതിന് പകരം തൻ്റെ കൂടെ നിർത്തുക, ആ അനുഭാവപൂർണ്ണമായ ആളുകളെയൊക്കെ തൻ്റെ കൂടെ ചേർക്കുക എന്നുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം PV അൻവർ നടത്തിയിരിക്കുന്നു. സംഘപരിവാർ വിരുദ്ധ നിലപാടിന് എല്ലാ കാലത്തും കേരളത്തിൽ വലിയ വേരോട്ടമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ മലയോര ജനത ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കുക, അത് തമിഴ്നാട് അതിർത്തിയുമായി പങ്കെടുത്ത പ്രദേശങ്ങളായതുകൊണ്ടാൽ അവിടുത്തെ ആളുകളൊക്കെ തന്നെ ഈ DMK-യുമായി ബന്ധമുള്ള അല്ലെങ്കിൽ DMK കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ തന്നെ തനിക്ക് പിന്തുണ ലഭിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലും PV അൻവറിനുണ്ട്. ഈ PV അൻവറിന്റെ നീക്കത്തിന് പിന്നിൽ തന്നെ ഇത്തരത്തിലുള്ള ചില നേതാക്കളാണ് CPM-വുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന തമിഴ് മേഖലകളിൽ കൃത്യമായ സ്വാധീനമുള്ള ചില നേതാക്കളും PV അൻവറിൻ്റെ ഈ രാഷ്ട്രീയ നീക്കത്തിൻ്റെ പിന്നിൽ അണിയറയിലുണ്ട് എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അവരൊക്കെ ഇനി പ്രത്യക്ഷമായി PV അൻവറിൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. നാളത്തെ PV അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപന വേദി കഴിഞ്ഞ ദിവസം അത് നിലമ്പൂർ ചന്തക്കുന്നിൽ ആദ്യ ആളുകളെ എത്തിച്ചുകൊണ്ടാണ് PV അൻവർ അത് വിജയമാക്കിയെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ അണിയറ നീക്കത്തിലൂടെ തന്നെ PV അൻവർ നാളത്തെ വേദിയിലേക്ക് ആളെ എത്തിക്കാൻ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ എത്തിക്കാനും അത് രാഷ്ട്രീയമായി ജനശ്രദ്ധ പിടിച്ചു പറ്റാനുമുള്ള അണിയറ നീക്കത്തിലൂടെ തന്നെ PV അൻവറിന് സാധിച്ചിരിക്കുന്നു. DMK മുന്നണിയുടെ ഭാഗമാക്കുന്നതിലൂടെ തന്നെ കേരളത്തിലെ ഒരു പാർട്ടിക്കും ഒരു നേതാവിനും MK സ്റ്റാലിനെ തള്ളിപ്പറയാൻ കഴിയാത്തൊരു സാഹചര്യം PV അൻവർ സൃഷ്ടിച്ചിരിക്കുന്നു. കാരണം CPI ആണെങ്കിലും CPM ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും തമിഴ്നാടെത്തുമ്പോൾ സ്വതന്ത്ര കക്ഷികളല്ല, അവരൊക്കെ തന്നെ DMK-യുടെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അത്തരത്തിൽ DMK-യുമായി ചേർന്ന് നിൽക്കുന്ന DMK-യുടെ വോട്ടോടുകൂടി പാർലമെൻറ്റ് അംഗങ്ങൾ വരെ ഉണ്ടായിട്ടുള്ള ഘടകകക്ഷികളാണ് ഈ പാർട്ടികൾ ഓരോന്നും. ഇവർക്കൊന്നും പ്രത്യക്ഷത്തിൽ DMK എന്ന പാർട്ടിയെയോ MK സ്റ്റാലിനെതിരെയോ രൂക്ഷ വിമർശനം ഉന്നയിക്കുക എളുപ്പത്തിൽ സാധ്യമല്ല. ആ ഒരു നീക്കത്തിലൂടെ
നീക്കത്തിലൂടെ തന്നെ അവരെ പ്രതിരോധത്തിലാക്കാൻ പി വി അൻവറിന് സാധിച്ചിരിക്കുന്നു. എം കെ സ്റ്റാലിനുമായി കൃത്യമായി അടുത്ത ബന്ധം പുലർത്തുന്ന സെന്തിൽ ബാലാജി അടക്കമുള്ള നേതാക്കളെയാണ് പി വി അൻവർ ആദ്യം കൂടിക്കാഴ്ച നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പി വി അൻവറിന്റെ മകൻ പി വി റിസ്വാൻ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ ചെന്നൈയിലേക്ക് എത്തുന്നു. സെന്തിൽ ബാലാജിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനമടക്കം റദ്ദ് ചെയ്തുകൊണ്ട് പി വി അൻവറും ചെന്നൈയിലേക്ക് പറക്കുന്നു. പിന്നെ ചടുലമാർന്ന തിടുക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളും നടത്തുന്നു. ഇതിപ്പോൾ അവസാനം എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എം കെ സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചകളുടെ ശ്രമങ്ങളും പി വി അൻവർ നടത്തുന്നു. അടുത്ത മണിക്കൂറിൽ തന്നെ അതുകൂടി സാധ്യമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ എം കെ സ്റ്റാലിൻ്റെ ആശീർവാദത്തോടുകൂടി നാളെ പി വി അൻവർ കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപന വേദിയിലേക്ക് ആരൊക്കെ എത്തിച്ചേരുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പി വി അൻവറിനെ പാർട്ടി പുറത്താക്കിയതിന് ശേഷം പി വി അൻവർ വലിയ പ്രതിരോധത്തിലേക്ക് പോയിരുന്നു. എന്നാൽ ആ പ്രതിരോധം തിരിച്ച് സി പി എമ്മിൻ്റെ മുമ്പിലേക്കുള്ള ഒരു പ്രതിരോധമാക്കി മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ പി വി അൻവർ നടത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സി പി എമ്മുമായി അസംതൃപ്തിയുള്ള ഒരുപാട് എം എൽ എമാരും മുൻ എം എൽ എമാരും തന്നെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. അവരുമായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. കണ്ണൂരിലെ ഒരു പ്രബല നേതാവിൻ്റെ പിന്തുണ തനിക്കുണ്ട് എന്നൊക്കെ പി വി അൻവർ വെളിപ്പെടുത്തിയിരുന്നു. അവരൊക്കെ തന്നെ ഈ DMK-യുടെ ബന്ധം ഉറപ്പിച്ചാൽ അവരൊക്കെ തന്നെ നാളെ പി വി അൻവറിൻ്റെ വേദിയിലേക്ക് എത്തുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. എന്തായാലും DMK-യുടെ ഒരു സാന്നിധ്യം പി വി അൻവറിൻ്റെ അടുത്ത കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉറപ്പുവരുത്തുന്നുണ്ട്. വിനീത, ശരി, മലബാർ രാഷ്ട്രീയ കേരളത്തെ ആകെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളുമായി പി വി അൻവർ മുന്നോട്ട് പോവുകയാണ്. പാർട്ടി പ്രഖ്യാപനത്തോടൊപ്പം ആ പാർട്ടിയെ DMK മുന്നണിയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയുള്ള ചരടുവലികളാണ് അണിയറയിൽ നടത്തുന്നത്. അത് ഏതാണ്ട് ആദ്യഘട്ടത്തിൽ വിജയിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. അല്പസമയത്തിനകം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തുമെന്നത് തന്നെയാണ് വിവരം. അതുകൂടി വിജയിച്ചു കഴിഞ്ഞാൽ നാളെ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ പി വി അൻവർ അതൊരു വലിയ തുടക്കത്തിനാകും നാന്ദി കുറിക്കുന്നത് എന്നത് തർക്കമില്ല. അക്കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. പിണറായി എന്ന സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞാണ് പി വി അൻവർ CPM-ഉമായുള്ള ബന്ധം മുറിച്ചത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായ തമിഴ്നാട്ടിൽ കത്തി നിൽക്കുന്ന ഉദയസൂര്യനാണ് എം കെ സ്റ്റാലിൻ. DMK-യുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും ഉദയസൂര്യൻ തന്നെയാണ്. പിണറായി എന്ന സൂര്യന് പകരം സ്റ്റാലിൻ എന്ന സൂര്യനിലേക്ക് അൻവർ ആകർഷിക്കപ്പെടുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം വരാനിരിക്കെയാണ് നിർണായക നീക്കം എന്നതും ശ്രദ്ധേയമാണ്.